ഹലോ ഗൈസ്, ഇതാണ് മിസ്റ്റർ ജോസ്, എൻ്റെ സ്വന്തം വള്ളിക്കുട്ടൻ. ഇവൻ്റെ മെയിൻ പരിപാടി എവിടെയെങ്കിലൊക്കെ പോയി വള്ളി പിടിച്ച് വീട്ടിൽ വരലാണ്. അതുകൊണ്ടാണ് ഞാനും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഇവനെ വള്ളിക്കുട്ടൻ വള്ളിക്കുട്ടൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇപ്പം ഈ ഒരുങ്ങി കിട്ടിയ പോണത് ചെക്കനോ ഒരു വള്ളിയും പിടിക്കാനല്ല. അല്ല, എപ്പോഴും അങ്ങനെയാണല്ലോ, വള്ളി പിടിക്കാനല്ല പോകുന്നത്. പക്ഷെ ഇവൻ ചെല്ലുന്ന സ്ഥലത്ത് ഇവൻ അറിയാണ്ട് പിടിച്ചു പോകണതാണ് ഈ വള്ളിയൊക്കെ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്ന് ഇവൻ പോണത് നമ്മുടെ രണ്ടുപേരുടെയും ഫ്രണ്ടായ മേബിളിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ്. അവളങ്ങ് ഓക്ലൻഡിലാണുള്ളത്. നമ്മൾ ഫാങ്ക്രിയിലും ഇവിടെ നിന്ന് ഒരു 2-2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ഓക്ലൻഡ് എത്തും. അവൻ്റെ മെയിൻ ലക്ഷ്യം ഇത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി പബ്ബിൽ പോവും. അതുകൊണ്ടാണ് എങ്ങും ഇല്ലാത്ത പോലെ ഇന്ന് ഒരുങ്ങി കെട്ടി ഈ ബാഗും പറക്കി ഇറങ്ങിയേക്കണത്. അവനൊരു വണ്ടിപ്രാന്തനും ഞാനൊരു മടിച്ചിയായതുകൊണ്ട് ഇങ്ങനത്തെ ലോങ് ഡ്രൈവൊക്കെ അവനാണ് ഡ്രൈവ് ചെയ്യാറ് ഞങ്ങളുടെ കൂട്ടത്തിൽ. പിന്നെ ഇവനാകെയുള്ളൊരു കുഴപ്പം, ഗൂഗിൾ നോക്കി ഓടിക്കാനൊന്നും അവനെ കൊണ്ട് പറ്റത്തില്ല. അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ സൈഡിലിരുന്ന് ലെഫ്റ്റോ റൈറ്റോ എടുക്കേണ്ടതൊക്കെ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങളുടെ യാത്രയൊക്കെ തുടർന്ന് പാതിയെത്തിയപ്പം സ്ഥിരം പതിവെന്ന പോലെ അവൻ്റെ ഒരു ലോഡ് കൂട്ടുകാർ നാട്ടിൽ നിന്ന് വിളിച്ചടങ്ങി. പിന്നെ വെറുതെ ഇരിക്കുക അല്ലേ, എൻ്റർടൈൻ ചെയ്യട്ടെന്ന് വെച്ചാൽ ഞാനും അങ്ങനെയൊക്കെ തന്നെ എൻജോയ് ചെയ്ത് അവരോടൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. പച്ചപ്പും ഹരിതാപമൊക്കെ കണ്ട് അങ്ങനെയൊക്കെ നോക്കിയൊക്കെ ഇരുന്നു. സംഭവം ന്യൂസിലൻഡ് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അതിഗംഭീരമാണ്. ബിക്കോസ് നമ്മുടെ ലെഫ്റ്റിൽ നല്ല ബീച്ചസും എല്ലാമാണ്. പക്ഷേ നമ്മൾ ഇറങ്ങിയത് ഒരു 4:30-5 മണി ആയതുകൊണ്ടും ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടും 1 മണിക്കൂർ കൂടിയും കഴിഞ്ഞാൽ ഇരുട്ടാവുന്നത് കൊണ്ട് നമ്മൾ ഈ ഭംഗിയൊന്നും കാണാൻ നിന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് പശുവിനൊക്കെ വായി നോക്കി. സ്ഥിരം കാഴ്ചയാണ് ഇവിടുത്തെ ന്യൂസിലൻഡിലെ സ്ഥിരം കാഴ്ചയാണ് പശുവിനെ കാണാൻ. അങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് പശുവിനെ നല്ലപോലെ കാണാൻ പറ്റും. അപ്പോൾ ആ പശുവിനൊക്കെ ഇവൻ വായി നോക്കി. പശുവിനെ എങ്ങനെ തട്ടി ഫ്രിഡ്ജിലാക്കാമെന്നുള്ള ചിന്തകളുമായി ഓച്ചപ്പ് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവനെന്തോ കൂലങ്കർഷകമായി ചിന്തിക്കുകയാണ്. വെറുതെയാണ് ഗൈസ്, വെറുതെയാണ്. ഇവൻ്റെ മെയിൻ പരിപാടി ഇതാ വണ്ടിക്കെറിയ മുഖം വീർപ്പിച്ചങ്ങിരുന്നോളും. അതൊക്കെ പോട്ടെ. അപ്പോൾ പോണ വഴി നല്ല ഭംഗിയുള്ള വഴികളായിരുന്നു. പക്ഷേ ഒരു സിവിൽ എഞ്ചിനീയർ എന്ന രീതിയിൽ എങ്ങനെയൊക്കെയാണ് റോഡുകൾ പണിതേക്കുന്നത് എന്നതാണ് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കാറ്. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ മല പണിയാനായിട്ട് ഇവരെന്തോ കമ്പിയൊക്കെ കുത്തിക്കേട്ടി റീഇൻഫോഴ്സ് ചെയ്തിട്ടാണ് മല വെട്ടി റോഡ് പണിതിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പറയാണ്ട് വയ്യ, ഈ റോഡ് എന്ന് പണിതോ അന്ന് മുതൽ ഇവിടെ മണ്ണിടിച്ചിലാണ്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഇവനോട് കുറച്ച് ഇതിനെക്കുറിച്ച് തള്ളിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കൺമുമ്പിൽ റോഡ് സേഫ്റ്റിയുടെ വണ്ടി പെട്ടത്. അതെ ഗൈസ്, ഇതാണ് ന്യൂസിലൻഡിലെ റോഡ് സേഫ്റ്റി വണ്ടി. ഇവരിങ്ങനെ വണ്ടി എടുത്തൊക്കെ പോവും. പ്രത്യേകിച്ച് ഈ റോഡിൽ ഞാൻ പറഞ്ഞില്ലേ മണ്ണിടിച്ചിൽ, എന്നും മണ്ണിടിച്ചിലായതുകൊണ്ട് ഈ റോഡൊക്കെ സേഫാണോ എന്നൊക്കെ നോക്കാനായിട്ട് അവരിങ്ങനെ വണ്ടി എടുത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോവും. ഞാനും പോയിട്ടുണ്ട് ഈ വണ്ടി, അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായി പറയുന്നത്. വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ചുമ്മാ ഇങ്ങനെ ഓടിച്ചൊക്കെ പോവും. അപ്പം അങ്ങനെ ആ വണ്ടിയൊക്കെ കണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോയപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ കൺമുമ്പിൽ നമ്മുടെ നാട്ടിലെ കോറി പോലെ മറ്റേ എംസാൻഡ് വിൽക്കുന്ന സ്ഥലം പോലത്തെ ഒരു സ്ഥലം കണ്ടുമുട്ടിയത്. അങ്ങനെ ഞാൻ അതും റെക്കോർഡ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു മങ്ങിയിരിക്കണേ. സമ്മറിൽ വരുവാണെങ്കിൽ അടിപൊളിയാണ് ന്യൂസിലൻഡ് കാണാനായിട്ട്. പിന്നെ എന്നാ ഓട്ടം സീസണും സ്പ്രിങ്ങും ഒക്കെ അടിപൊളിയാണ്. വിൻ്ററിൽ ഇച്ചിരി ഡാർക്കാണ് എപ്പോഴും. പെട്ടെന്ന് തന്നെ ഇപ്പം എന്താ ഈ സമയം ഒരു 4-4:30-5 മണിയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ അപ്പോഴേക്കും ഫുള്ള് ഇരുട്ടാവും. എന്നാലും ഞാൻ പറയും ന്യൂസിലൻഡ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന്. അങ്ങനെ ആ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ഇന്ത്യൻ പ്രണയകഥയിൽ ഫഹദ് ഫാസിൽ പറഞ്ഞ പോലെ ദാണ്ടെ മേഡം ഫ്രെയിമിൽ ഒരു ബീഫ് എന്ന് പറയണോണം നമ്മുടെ മുന്നിൽ ഏതോ ഒരു ചേട്ടൻ ഹണ്ടിങ്ങിനൊക്കെ പോയി ഒരു ആടിനെയൊക്കെ തട്ടി വണ്ടിയുടെ പുറത്ത് കയറ്റിയിട്ട് പോണത്. ആക്ച്വലി കുറച്ച് സമയം എടുത്തു ഇത് ആടാണോ എന്ത് സാധനമെന്ന് മനസ്സിലാക്കാനായിട്ട്. പക്ഷെ ആട് തന്നെയാണ് ഗൈസ്. ഇവിടെ ക്വൈറ്റ് ഫേമസ് ആണ് ഈ ഹണ്ടിങ്ങിന് പോക്കൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ആ ചേട്ടൻ ഞങ്ങൾ പോയി. അപ്പം അതാണ്ട് അടുത്ത കുതിര വന്ന് നിൽക്കുന്നു. പിന്നെയും ഞങ്ങൾ വണ്ടി ഓടിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവൻ വണ്ടിപ്രാന്തനാണ്. ഏത് ട്രക്ക് കണ്ടാലും റോട്ടിൽ കൂടെയാണ് വണ്ടി ഓടണമെന്ന് അവൻ ഓർക്കില്ല. ആ ട്രക്കിൻ്റെ പിന്നാലെ കണ്ടങ്ങ് പൊക്കോളും. കുതിര കഴിഞ്ഞപ്പോൾ അടുത്തത് സീബ്രയും ജിറാഫൊക്കെ. ആ കാഴ്ച കണ്ട് നേരെ നോക്കിയപ്പോഴാണ് ഒരു നഗ്ന സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ഇറ്റ്സ് ഫ്രൈഡേ ടുഡേ. അതെ ഗൈസ്, ഇതാണ് ന്യൂസിലാൻഡിലെ ഫ്രൈഡേ ഈവനിങ് ട്രാഫിക്. ഓക്ലൻഡിൽ നിന്ന് സിറ്റിക്ക് പുറത്തോട്ട് പോകുന്ന ആൾക്കാരുടെ ട്രാഫിക്കാണ് ഈ കാണുന്നത്. ദൈവം സഹായിച്ച് നമ്മൾ ഓക്ലൻഡ് സിറ്റിയുടെ അകത്തേക്കാണ് ഫ്രൈഡേ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ട്രാഫിക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇതാണ് ഗൈസ് ന്യൂസിലാൻഡിലെ പോലീസ് സ്റ്റേഷൻ. അതിൻ്റെ ഇടയിൽ പിന്നെ അമ്മ ഫോണൊക്കെ ചെയ്ത് നമ്മോട് കുറച്ച് തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേറെ മനോഹരമായൊരു കാഴ്ച കണ്ടത്. അതേ ഗൈസ്, വണ്ടിയുടെ മേലെ വണ്ടി കയറ്റി വെച്ചുകൊണ്ട് ഈ ചേട്ടന്മാർ എങ്ങോട്ടോ പോവുകയാണ്. ഇതാണ് ഓക്ലൻഡ് ഹൈവേയിലേക്ക് കയറുന്ന മെയിൻ റൗണ്ട് അബൌട്ട്. ഇത് പറയാൻ പ്രത്യേക ഒരു കാരണമുണ്ട്. റൗണ്ട് അബൌട്ട് എന്ന് പറയുമ്പോൾ കാല് രണ്ടും കൂട്ടിയിടിക്കുന്ന ഒരാളാണ് വണ്ടി എടുക്കുന്നത്. ഇവന് ഭയങ്കര പേടിയാണ് റൗണ്ട് അബൌട്ട് എടുക്കാനായിട്ട്. റൗണ്ട് അബൌട്ട് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്തെങ്കിലും കുത്തബ് മീനാർ കീഴടക്കിയ ഫീലാണ് അവൻ്റെ മനസ്സിൽ.
സംഭവം അവനെ പറഞ്ഞിട്ട് കുറ്റമൊന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന എല്ലാവരും ഫേസ് ചെയ്യണ മെയിൻ പ്രോബ്ലമാണ് ഈ റൗണ്ട് ബോട്ട് എടുക്കൽ. കാരണം നമ്മുടെ നാട്ടിൽ റൗണ്ട് ബോട്ട് ഇല്ലല്ലോ, ആകെയുള്ളത് നമുക്കൊരു തൃശ്ശൂർ റൗണ്ടാണ്. അതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ ഓടിക്കും. അതൊക്കെ വിട്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഇവിടെ പെട്ടെന്ന് ഇരുട്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ നമ്മളെടുത്ത് 1 hour കഴിഞ്ഞപ്പോഴേക്കും ഫുൾ ഡാർക്കായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ കുതിരാൻ ടണൽ പോലെ 2 ടണൽ കണ്ടുപിടിച്ചത്. ഇതാണ് ഓക്ലൻഡ് ഹൈവേയിലുള്ള ഒരു ടണൽ. നമ്മൾ ഫാങ്കറിയിൽ നിന്ന് ഓക്ലൻഡിലേക്ക് പോണ വഴിയുള്ള ഒരു ടണലാണ്. ഈ ടണലിൽ ഡ്രൈവ് ചെയ്യണതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ടണലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ലെയിൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അത് ന്യൂസിലാൻഡിലുള്ളൊരു നിയമമാണ്. ഐ തിങ്ക് വേറെ ഒരുപാട് കൺട്രീസിൽ ഈ നിയമം കാണും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടുത്തെ നിയമം അനുസരിച്ച് ടണലിൽ വെച്ച് നമ്മൾ അങ്ങോട്ടും ലെയിൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞ് ഈ ടണൽ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ടോൾ അടയ്ക്കണം. ഈ ടണൽ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടോൾ അടയ്ക്കേണ്ടതാണ്. ടോൾ നമ്മുടെ നാട്ടിലേക്ക് ഇട്ടിങ്ങനെ ഒരു ക്യാബിനൊക്കെ കെട്ടി വെച്ച് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി ക്യാമറ സെൻസർ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ കയറിയിട്ട് ടോൾ അടച്ചാൽ മതി. ഇന്ത്യയിൽ നിന്ന് ന്യൂസിലൻഡ് വന്ന് താമസിക്കുന്ന എല്ലാവരോടും ചോദിച്ചാൽ ഒരു തരത്തിലും ഡിഫറൻസ് ഇല്ലാണ്ട് പറയണ ഒരേ ഒരു കാര്യമാണ് അവരേറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നൈറ്റ് ലൈഫാണ്. ശരിയാണ് ഗൈസ്, ന്യൂസിലൻഡിൽ നൈറ്റ് ലൈഫ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ താമസിക്കുന്ന നമ്മുടെ ഫാങ്കറി എന്നൊരു സ്ഥലത്ത് ഒട്ടും നൈറ്റ് ലൈഫില്ല. അതിനൊക്കെ ഒരു സമാധാനം ന്യൂസിലൻഡിൽ ഓക്ലൻഡ് പോകുമ്പോൾ തന്നെയാണ്. അയ്യോ എന്തൊരാശ്വാസം എന്നറിയാമോ, 8 മണിക്ക് ശേഷം കുറച്ച് ലൈറ്റ് കാണുമേ. പക്ഷെ ഓക്ലൻഡിലെ ഏറ്റവും പ്രശ്നം ഇവിടുത്തെ ഹെക്റ്റിക് ട്രാഫിക്കാണ്. ഒരു രക്ഷയില്ല. അങ്ങനെ 2-2.5 മണിക്കൂറും കൊണ്ട് എത്തേണ്ടത് ഞങ്ങളൊരു 3-3.5 മണിക്കൂർ എടുത്തു ഓക്ലൻഡ് എത്താനായിട്ട്. അങ്ങനെ അതൊക്കെ ആയിരുന്നു. പക്ഷെ എന്തൊക്കെയോ കാണാനുണ്ട് കേട്ടോ. ഇവന് ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ. ഇതേ കണ്ടോ, എന്തോ സ്ക്രാപ്പിന് പോകണം, എവിടെ നിന്ന് പൊക്കി എടുത്തുകൊണ്ട് വന്നേക്കണ വണ്ടിയാണെന്ന് തോന്നുന്നു. ആ ചേട്ടൻ ആ വണ്ടിയും വലിച്ച് പോകണുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അതിനെ വായ നോക്കിയൊക്കെ നിന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എത്തി. ആക്ച്വലി വെള്ളമെടുപ്പിട്ടിരിക്കുന്നവളാണ് നമ്മുടെ മേബിൾ, നമ്മുടെ ബർത്ത്ഡേ ഗേൾ. അവൾക്ക് അറിയില്ലായിരുന്നു നമ്മളിന്ന് വരുന്നത്. അവളോട് പറഞ്ഞത് നാളെ വരുന്നതാണ്. അങ്ങനെ അവൾക്ക് നല്ലൊരു അടിപൊളി സർപ്രൈസൊക്കെ കൊടുത്ത് അവളെ കുറച്ച് വിഷൊക്കെ ചെയ്ത് നമ്മൾ അവളെയും കൊണ്ട് ഡിന്നറിന് പോയ സ്ഥലമാണ് ജംഗിളേറ്റ്. പറയാണ്ടിരിക്കാൻ വയ്യ. ഇവിടുത്തെ വ്യൂ മാരകം തന്നെയായിരുന്നു. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇവരെന്തോ കൂലങ്കർഷകമായി ഡിസ്കസ് ചെയ്യാമെന്ന്. വെറുതെയാണ് ഗൈസ്. അപ്പുറത്തിരിക്കുന്ന നല്ല അടിപൊളി പെൺപിള്ളേരെ വായി നോക്കുന്നതാണ് ഈ കാണുന്നത്. നല്ല സെറ്റ് സ്ഥലമായിരുന്നു മക്കളെ. നമ്മൾ ഓർഡർ ചെയ്തത് ജംഗിൾ ഫീസ്റ്റാണ്. ഇവർക്ക് 2 ടൈപ്പ് ഓഫ് മെനു ഉണ്ട്. ഐദർ ജംഗിൾ ഫീസ്റ്റ് അല്ലെങ്കിൽ അവർ റെഗുലർ മെനു. അതായത് നമ്മൾ ഓരോന്ന് ഓർഡർ ചെയ്ത് നമുക്ക് ആവശ്യത്തിന് കഴിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ വലിയൊരു ഫീസ്റ്റായിട്ടൊരിത് വരും. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ചിയേഴ്സൊക്കെ പറഞ്ഞ് സോജുവൊക്കെ അടിച്ച് അങ്ങനെ വായി നോക്കിയിരുന്നപ്പോൾ ആ ചേച്ചിമാർ വീണ്ടും വലിയൊരു പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ചു. ഗൈസ്, നമ്മുടെ നാട്ടിലെ ചട്ടിച്ചോറ് എന്ന് പറയുന്ന മുറത്തിൽ ചോറ് എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒരുപാട് മെനു ഉണ്ടായിരുന്നു. ഭയങ്കര ഫില്ലിംഗ് ആയിരുന്നു. 4 പേർക്ക് ഭയങ്കര ഫില്ലിങ്ങും വെർത്തുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും കുറച്ച് കള്ളൊക്കെ ഓർഡർ ചെയ്ത് അടിച്ച് പൊളിച്ച് കുടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇവളുടെ വക കുറച്ച് തള്ളൊക്കെ കേട്ടിരുന്നത് നമ്മളിങ്ങനെ ഇരുത്തപ്പോഴാണ് നമ്മൾ ഓർത്തത് നമുക്കാകെ തന്നേക്കണം ടൈം ലിമിറ്റ് 90 minutes ആണ്. പിന്നെ ഞങ്ങൾ വാരി വലിച്ച് തിന്നാൻ തുടങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് പബ്ബിലേക്കാണ്. അയ്യോ, പബ്ബ് സൂപ്പറായിരുന്നു. ഞങ്ങൾ കുറേ ഡാൻസൊക്കെ ചെയ്ത് അവളുടെ ബർത്ത്ഡേക്ക് വിഷൊക്കെ ചെയ്ത് നല്ല മ്യൂസിക്കായിരുന്നു കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഒരുപാട് ചേച്ചിമാരൊക്കെ വന്നു, നമ്മുടെ കൂടെ എൻ്റർടൈൻ ചെയ്തു, തകർത്ത് പൊളിച്ച് ഞങ്ങൾ ആ നൈറ്റ് ഫുള്ള്. ആരും പേടിക്കേണ്ട ഗൈസ്, ഇതവൻ്റെ സ്ഥിരം സ്റ്റെപ്പാണ്. കൂടെ പോയി ഇപ്പം ഞങ്ങളെല്ലാവരും ഈ സ്റ്റെപ്പിൻ്റെ ഫാനായിരിക്കുകയാണ്. എവിടെ പോയാലും, ഏത് ഡാൻസിന് പോയാലും, ഏത് DJ പാർട്ടിക്ക് പോയാലും, എന്തിനു പോയാലും ഇങ്ങനെ 2-3 ടിപ്പിക്കൽ സ്റ്റെപ്സും പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളെല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റെപ്പാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ്റെ ഈ നിപ്പ് കണ്ടാൽ നിങ്ങളെല്ലാവരും വിചാരിക്കും ഇവൻ ഈ പാട്ടുകളൊക്കെ അറിയാമെന്ന്. വെറുതെയാണ് ഗൈസ്. അവന് മാത്രമല്ല ഞങ്ങൾക്കാർക്കും ഇവർ പ്ലേ ചെയ്ത ഒരു പാട്ടും അറിയില്ലായിരുന്നു. പക്ഷേ തുള്ളാൻ നമുക്ക് പാട്ടൊരു വിഷയമല്ലല്ലോ. മ്യൂസിക് ഈസ് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് എന്നല്ലേ എല്ലാവരും പറയുന്നത്. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഊബറും പിടിച്ച് പോയത് ബർത്ത്ഡേ സ്ഥിരം ക്ലീഷേ പരിപാടിയായ കേക്ക് മുറി എന്ന ചടങ്ങിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ അവളുടെ പോളണ്ടിലുള്ള ഫിയാൻസിയെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന തിരികളെല്ലാം കത്തിച്ച് കഴിഞ്ഞിട്ട് ഇവളുടെ വക ചുമ്മാ പട്ടിച്ചോയുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കൽ സ്ഥിരം ക്ലീശ സാധനങ്ങൾ കുറേ അവളെ ഇറക്കി വിടുന്നുണ്ടായിരുന്നു. അവളുടെ കുറേ പോസുകൾ, അവളുടെ കുറേ അങ്ങോട്ട് നിന്നിട്ടുള്ള പോസുകൾ, ഇങ്ങോട്ട് നിന്നിട്ടുള്ള പോസുകളൊക്കെ അവൾ ഇറക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അവളുടെ ആനന്ദമാണല്ലോ നമ്മുടെയും ആനന്ദം. അങ്ങനെ കൃത്യം 12 മണിയായപ്പോൾ അവളുടെ വിഷ് പറഞ്ഞ്, ഈ വർഷത്തെ അവളുടെ വിഷ് പറഞ്ഞ് അവൾ കേക്ക് മുറിക്കുന്നതാണ് ഈ കാണുന്ന ചടങ്ങുകൾ മൊത്തം.
അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവൾക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തു, കേക്കൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്തു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ആക്ച്വലി പറയുവാണെങ്കിൽ ഞാനിവളെ ട്രോളുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒരു 3-4 വർഷമായി ഇവളെൻ്റെ കൂടെ കൂടിയിട്ട്. എല്ലാ ബർത്ത്ഡേയും നമ്മൾ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇനിയാണ് മെയിൻ കലാപരിപാടി. ഈ വർഷത്തെ ബർത്ത്ഡേക്ക് ഇവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണമെന്ന്. ഒരു ഫ്യൂ വീക്സ് മുന്നേ ഇവളെന്നെ വിളിച്ചിട്ട് പറയുവാണ്, എടി എനിക്ക് ആകാശത്തേക്ക് പടക്കം പൊട്ടിക്കണം എൻ്റെ ഈ ബർത്ത്ഡേക്ക്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരാഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് സാധിച്ചു കൊടുക്കാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റെഫി ചേച്ചിയുടെ സഹായത്തോടു കൂടി നമ്മുടെ ഒരു കൊളീഗിൻ്റെ ഇതായിട്ട് നമ്മൾ എങ്ങനെയൊക്കെയോ കുറേ കഷ്ടപ്പെട്ട് പടക്കം ഒപ്പിച്ചു. ആക്ച്വലി ഈ ടൈമിൽ പടക്കം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ന്യൂസിലാൻഡിൽ നവംബറിലൊക്കെയാണ് പടക്കം പൊട്ടിക്കാൻ പെർമിറ്റഡ് ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് നമ്മുടെ സ്റ്റെഫി ചേച്ചിയുടെ ഇൻഫ്ലുവൻസ് കാരണം കൊണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി പടക്കം ഒപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ഗിഫ്റ്റ്സൊക്കെ കൈമാറി. ദിപ്പ കൊടുക്കുന്ന ഗിഫ്റ്റാണ് പോളണ്ടിൽ നിന്ന് വന്ന ഗിഫ്റ്റ്. അതെ, അവളൊക്കെ 8ാം ഓണ ചെക്കൻ അവൾക്കൊരു ഗിഫ്റ്റ് ഞങ്ങളുടെ കയ്യിൽ തന്നയച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അത് അവൾക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു. കാരണം അവൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല അവൻ നമ്മളെ കൊണ്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിപ്പിച്ച് അവൾക്ക് കൊടുക്കുമെന്നുള്ളത്. ഷി വാസ് ഔട്ട് ഓഫ് ദി വേൾഡ്. ആക്ച്വലി അവൾക്ക് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതാരാ തന്നേന്ന്. ഒന്നും അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഈ കാണുന്ന മനുഷ്യനാണ് പോളണ്ടിലുള്ള അവളെ കെട്ടാൻ പോകുന്ന അവളുടെ സ്വന്തം പയ്യൻസ്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം അവൾ ഭയങ്കര ഹാപ്പിയായി. ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടത് അത് തന്നെയായിരുന്നു. അവളുടെ ഹാപ്പിനെസ്സാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. അവൾ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഞങ്ങൾ 4 പേരെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലോസാണ്. പക്ഷെ ശരിക്കും ഡിഫിക്കൽട്ട് പാർട്ട് ഇതൊന്നുമായിരുന്നില്ല. ഈ പടക്കം വാങ്ങിച്ചത് എവിടെയെങ്കിലും ഇട്ട് പൊട്ടിക്കണ്ടേ? നമ്മൾ നിൽക്കുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഫയർ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ളതാണ്. ആക്ച്വലി ഇത് നവംബർ അല്ലാത്തതും കൊണ്ടും പടക്കം പൊട്ടിക്കാൻ പെർമിറ്റഡ് ടൈം അല്ലാത്തതുകൊണ്ടും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടു സ്പോട്ട് കണ്ടുപിടിക്കാനെന്നുണ്ടെങ്കിലും അവളൊരാഗ്രഹം പറഞ്ഞാൽ നമ്മൾ നടത്തി കൊടുക്കാണ്ടിരിക്കുമോ? അങ്ങനെ നമ്മൾ അവിടെ അടുത്തുള്ളൊരു ഗ്രൗണ്ടിൽ പോയി ആരുമില്ലാത്തൊരു സ്ഥലം നോക്കി കണ്ടുപിടിച്ച് നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ച് തകർത്ത് പൊളിച്ചു അന്നത്തെ നൈറ്റ് ഫുള്ള്. ശരിക്കും പറഞ്ഞാൽ അവളുടെ വലിയൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു ഈ കാണുന്നത്. ഷി വാസ് വെരി എക്സൈറ്റഡ്, ഹാപ്പി ആൻഡ് ഔട്ട് ഓഫ് ദി വേൾഡ്. സംഭവം അവളുടെ ഒരു ആഗ്രഹമാണെങ്കിലും നമ്മളെല്ലാവരും ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ന്യൂസിലൻഡിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പടക്കം ഡയറക്റ്റ് പൊട്ടിക്കുന്നതും എല്ലാം. സംഭവം എനിക്ക് പേടിയുള്ള കാര്യമാണ് ഈ പടക്കം പൊട്ടിക്കാനുള്ളത്. പക്ഷേ എന്തിനും ഏതിനും നമ്മുടെ വള്ളിക്കുട്ടനുണ്ടല്ലോ, വള്ളിക്കുട്ടനുള്ളിടത്തോളം കാലം എന്തിനു പേടിക്കാൻ. അവനെല്ലാവർക്കും പടക്കമൊക്കെ കട്ടിച്ച് തന്നു. അവൾക്ക് ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ വീഡിയോസൊക്കെ എടുത്ത് കൊടുത്തു. അവൾക്ക് പോസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് പേടിയാക്കുന്നുണ്ടായിരുന്നു വണ്ടികളൊക്കെ അങ്ങോട്ടടുത്ത് പോകുമ്പോൾ. കാരണം ഞാൻ പറഞ്ഞിരുന്നില്ലേ ഫയർ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. പെർമിറ്റഡ് ടൈമല്ലാത്തതുകൊണ്ട് പോലീസ് വരുമോ, ആരെങ്കിലും എന്തെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യുമോ എന്നൊക്കെ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കർത്താവേ, ഇവൻ ഒരു പേടിയില്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിന്തിച്ച് പോയായിരുന്നു. കയ്യിലിരുന്ന് വരെ പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചാണ് അവൻ. ഞാൻ കിടന്ന് ഒച്ച വെച്ചുകൊണ്ട് മാത്രം വലിച്ചെറിയുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇവന് ദൈവത്തെ ഓർത്ത് ഒന്നിനെയും ഒരു പേടിയില്ലെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മുടെ നാട്ടിൽ അത്രയും അടിപൊളി സാധനങ്ങളൊന്നും പൊട്ടിക്കാൻ ഇവരുടെ സമ്മതിക്കത്തില്ല. പക്ഷേ ഏറ്റവും എൻ്റർടൈനിങ് ഈ ലാസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. ആ മത്താപ്പൂ കത്തിച്ച് അങ്ങ് നിന്നപ്പോൾ ഷി വാസ് ലൈക്ക് വെരി ഹാപ്പി ആൻഡ് അവൾ ശരിക്കും ഒരു കുഞ്ഞു കൊച്ചിനെ പോലെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ മൊമെൻറ്റും. ഞങ്ങളിതൊരു 1 hour ഓൾമോസ്റ്റ് 1 hour ഞങ്ങൾ സ്പെൻഡ് ചെയ്തായിരുന്നു അവിടെ പടക്കം പൊട്ടിക്കാനൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. സോ ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ബെസ്റ്റ് ഫ്രണ്ട്.